ലോകങ്ങൾ മാറുന്നത് അങ്ങനെയാണ്. ഖുർആൻ ഓടലല്ല. ഇനി റമളാൻ വരാൻ അള്ളാന്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കാണ്, നബിയെ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ സാവധാനം ഓതണം നബിയെ എന്ന് പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വലാത്തു വര നബിയുനാ റസൂലുള്ളാഹി അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാരെ പഠിക്കാനുള്ള വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ഖുർആൻ എപ്പോഴും നല്ലതുപോലെ ഓതുക. ചില പള്ളികൾ ഇനിയിപ്പോ പരിശുദ്ധമായ റമളാൻ വരാൻ നമ്മുടെ പരിസരത്തൊക്കെ പള്ളി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, അത് ആരാന്നും പറയില്ല, ചില ആളുകൾ നോക്കും ആ പള്ളിയിലെ ഉസ്താദ് എത്ര സ്പീഡിന് പോകുന്നു, ഇപ്പുറത്തെ പള്ളിയിൽ ഉസ്താദ് കുഴപ്പമില്ല, ഈ പള്ളിയിൽ ഉസ്താദും കുഴപ്പമില്ല, നമ്മുടെ പള്ളിയിൽ ഉസ്താദ് ഇത്ര ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് അല്ലേ. ഏറ്റവും നല്ല സ്പീഡിൽ ഏത് പള്ളിയിലെ ഉസ്താദാണോ ഖുർആൻ ഓതി പരിശുദ്ധമായ റമളാനിന്റെ തറാവി അവസാനിപ്പിക്കുന്നത്, ആ പള്ളിയിലെ ഉസ്താദ് സൂപ്പർ ഉസ്താദ്. നല്ലതുപോലെ ഖുർആനൊക്കെ ഓതി നല്ല സെറ്റായി ഖുർആന്റെ നിയമങ്ങൾ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് ഓതുമ്പോ ചിലര് പറയാൻ, എന്തെന്നാ ഈ ചങ്ങായിക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ, ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഉമ്മമാരെ മന്ത്രിച്ചു കൊടുക്കുമ്പോൾ പോലും അത് ഖുർആനാണെങ്കിൽ അതിന്റെ നിയമത്തിൽ അതിന്റെ രീതിയിൽ വറത്തിലിൽ ഖുർആന തർത്തീല അങ്ങനെ ഓതിക്കൊടുത്തെങ്കിൽ മാത്രമേ അതിൽ ഒരു സന്തോഷം കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇനി ഓടിയിട്ടും കാര്യമില്ല. റമളാൻ വരാൻ ചില ആളുകൾ ഒരു ഖത്തമും 2 ഖത്തമും 3 ഖത്തമുകളൊക്കെ ഓതി തീർക്കാനുള്ള വെപ്രാളത്തിലാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യും? 3 ഖത്തം തീർത്തെന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യം വരണം. അതിന് ഖുർആന്റെ പേജുകൾ പറക്കാണ്. അങ്ങനെ പറന്നിട്ട് ഒരു കാര്യമില്ല. ഓതുന്നത് ഒരു പേജാണെങ്കിലും അവിടെയാ നമുക്ക് പ്രതിഫലം. 3 ഖത്തം ഓടി എന്നാൽ ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെ ശാപം നമുക്ക് ലഭിക്കാൻ ഖുർആൻ ഓതിയത് ഒരു പേജ് മതി. പക്ഷെ അത് ഖുർആനായിരിക്കണം, എങ്കിൽ മാത്രമേ അതിന്റെ ബലം അള്ളാഹു തരുന്നുള്ളൂ. ഒരു ഖത്തം ഓതുന്നതിൽ അല്ല കാര്യം. ഖത്തമുകൾ ഓതി തീർക്കുന്നത് നല്ലതാണ്, പക്ഷെ ഒരു ഖത്തം ഓടരുത്. നമ്മളൊക്കെ ചിന്തിക്കാൻ പറയാൻ, ഏതായാലും സുബൈക്ക് ആരംഭിക്ക, ആ വക്കത്തിന് ഇത്ര പേജ് പെട്ടെന്ന് ഓതി തീർക്കണം, ഒരു ജുസു കഴിഞ്ഞു. അങ്ങനല്ല, സാവധാനം. അല്ലാഹ് പറയാൻ വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ സാവധാനം ഓതിക്കോ, അള്ളാന്റെ പൊരുത്തം കിട്ടും, അള്ളാഹു രോഗങ്ങളും മാറ്റിത്തരും. ഇല്ലേ? അതിന്റെ തെളിവെന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാ. കടന്നു ചെല്ലുമ്പോഴോ മുത്തു നബിയോട് സലാം പറയുകയാണല്ലോ. പടച്ചവനേ, സലാം അടക്കിയിട്ടൊരക്ഷരം പോലും ഹബീബ് അവിടെന്ന് പറയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന നബി തങ്ങളുടെ അരികത്തും അബൂ ത്വൽഹ തങ്ങൾ മാറിയിരിക്കുന്നുണ്ട്. ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചു. ഇമാമും ജമാഅത്തുമായി നിസ്കാരം കഴിഞ്ഞിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു മുസ്തഫായ നബി തങ്ങളുടെ വട്ടമുഖത്തേക്ക് നോക്കുമ്പോ ഫതബസ്സമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പുഞ്ചിരിക്കുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, കുറച്ചു മുമ്പ് ഞാൻ ഇവിടത്തേക്ക് വന്നപ്പോ അവിടത്തെയുടെ മുഖം വല്ലാതെ ചുമന്നിട്ടുണ്ടായിരുന്നല്ല നബിയേ, എന്തോ വേദന ഉണ്ടായിരുന്നല്ല നബിയേ, എന്ത് പറ്റി റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അബൂ ത്വൽഹ. നിസ്കാരത്തിന് വരുന്നതിന് മുമ്പ് എന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നല്ലോ. ആ ഒരു നിസ്കാരം അങ്ങ് കഴിയുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന്, പടച്ചവന്റെ വാനലോകത്തുനിന്ന് മലക്ക് ജിബ്രീൽ പാറിപ്പറന്ന് വന്നുകൊണ്ട് പറയാ, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂറത്തുൽ ഹശ്റിന്റെ ആയത്തങ്ങ് ഓതി കൊടുക്കുകയാണ്. എന്റെ മനസ്സിന്റെ വേദന മാറിയല്ലോ. ഉമ്മമാരെ, സൂറത്തുൽ ഹശ്റിന്റെ ഈ 3 ആയത്തുകള് ശഅബാനിന്റെ അവസാനത്തെ 10കളിൽ അധികരിപ്പിക്കുന്നവരാരാണോ അവർക്ക് പടച്ചവന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. കാരണം
കാരണം മുത്തുനബിയുടെ വേദന മാറ്റിയിട്ടുള്ള ആയത്താണ് ഈ ആയത്ത്. നമ്മുടെ വേദനക്കും ഒരു പരിഹാരമോ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീടിന്റെ പുറത്തിറങ്ങിയിട്ട് നടക്കുമ്പോ അതാ കടന്നു വരുന്നു ഒരു പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ഫബക്കാ ബുകാഅൻ ശദീദാ. പൊട്ടിക്കരഞ്ഞിട്ടു പറഞ്ഞു, തങ്ങളെ എന്റെ പുന്നാര മക്കളുടെ കാര്യം ഓർത്തിട്ട് കരഞ്ഞിട്ടാ ഞാൻ വരുന്നത്. അല്ലാഹു 5 വയസ്സും 6 വയസ്സും 7 വയസ്സും 8 വയസ്സൊക്കെ പ്രായമുള്ള മക്കളെ തന്നുപോയ എന്റെ ഉമ്മമാർ എന്റെ ഉപ്പമാര് പഠിക്കാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ത്വൽഹ തങ്ങളോട് വന്നിട്ട് പറയാ, എന്റെ മക്കൾക്ക് 12 വയസ്സ് പ്രായമായി, ഇന്ന് വരെ എന്റെ പൊന്നോമന മക്കള് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. അവരുടെ ശരീരം മുഴുവനും ചൊറി വന്നിട്ട് പൊട്ടി ഒലിച്ചിട്ട് ചലങ്ങൾ ഒലിച്ചിട്ട് ഒരു വസ്ത്രം പോലും ധരിക്കാൻ കഴിയാതെ വേദനയോടുകൂടിയിട്ട് എന്റെ മക്കള് കിടക്കുകയാണ്. അയൽവക്കത്തുള്ള മക്കള് വീട്ടിന്റെ മുറ്റത്ത് വന്ന് അവര് കളിക്കുമ്പോ എന്റെ പൊന്നുമക്കൾക്ക് വസ്ത്രം ധരിക്കാൻ കഴിയാതെ പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ. അങ്ങനത്തെ ഒരു വേദനയിലാണ് എന്റെ പൊന്നുമക്കളുള്ളത് എന്ന് പറഞ്ഞ് വേദനയോട് സങ്കടത്തോടെ പറയാ, എനിക്കൊരു മരുന്ന് പറഞ്ഞു തരുവോ? എന്റെ ഉമ്മമാര് പഠിച്ചോ. ആ സമയത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാ, ഹുവല്ലാഹുല്ലദീ. ആയത്ത് ഓതിയത് എങ്ങനെ അതൊന്ന് പറയും. അങ്ങനെ നോത്. അപ്പൊ ഓതിക്കൊടുത്തു. ഞാനും നിങ്ങളൊക്കെ ഓതും പോലെ ഒരൊറ്റ വിടലാണ്. അബൂ ത്വൽഹ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഓതിയത് കൊണ്ടാണ് നിങ്ങളുടെ കുട്ടിയുടെ രോഗങ്ങൾ മാറാത്തത്. ഞാൻ ഓതിത്തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറയാ, എന്റെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ ഖുർആന സാവധാനം ഓതാനാണ്. അതുകൊണ്ട് അങ്ങനെ സാവധാനം ഓതുമോ എന്ന് പറഞ്ഞിട്ട് ഓതിക്കൊടുത്തു വിടുമ്പോ പടച്ചവനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ അടർന്നു വീണ വാക്ക് ആ ചെറുപ്പക്കാരൻ കേട്ടുകൊണ്ട് വീട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, മോളെ ഇതുപോലെയാണ് ഓതാനുള്ളത്. അങ്ങനെ ഓതുകയാണ് ഭാര്യയും ഭർത്താവും. 7 ദിവസം കഴിഞ്ഞിട്ടില്ല, ഈ ചെറുപ്പക്കാരെ ഓടി വന്നിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയങ്ങ് പിടിച്ചുകൊണ്ട് പറയാ, വലക്കൽ ഹംദു യാ അല്ലാഹ് വലക്കൽ ശുക്റു യാ അല്ലാഹ്. അല്ലാഹുവിന്റെ മക്കളുടെ രോഗം മാറ്റിയല്ലോ, അവരുടെ കണ്ണീര് മാറ്റിയല്ലോ. അവരന്ന് ചിരിക്കുന്നുണ്ട്, അവര് വീടിന്റെ മുറ്റത്തിറങ്ങിയിട്ടവര് കളിക്കുന്നുണ്ട്. അത് പടച്ചവന്റെ ഖുർആനിന്റെ ഈ വരായത്തിന്റെ പവറാണെന്ന് പറയുമ്പോ എന്റെ പെങ്ങന്മാരെ, മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്നവര് ഫാത്തിഹയാണെങ്കിൽ പോലും അത് ഖുർആനായി വറത്തിലിൽ ഖുർആന തർതീലാ. വളരെ സാവധാനത്തിൽ ഓതിക്കൊടുത്തോ. ആരാ ഇത് പഠിപ്പിച്ചത്? അല്ലാഹുവാണ്. ആരാ നമ്മളെ പഠിപ്പിച്ചത്? സർവറേ ആലം സർക്കാരേ മുജസ്സം താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്ത് പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു. പൊന്നാര വാപ്പാരെ, ശഅബാനില് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു ആ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനിക്ക് വേണ്ടി റബ്ബൊരു മലക്കിനെ പടക്കും. ഹബീബ് തങ്ങൾ പഠിപ്പിച്ച്, നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു ഒരു മലക്കിനെ പടക്കും. എന്നിട്ട് അള്ളാഹു ഒരു സമുദ്രത്തെ ഉണ്ടാക്കും. ആ സമുദ്രത്തിൽ ഉണ്ടാക്കിയിട്ട് പറയും, മോനെ അല്ല ഓ മലക്കെ, ആ സ്വലാത്ത് ചൊല്ലി ഈ മനുഷ്യനിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കണ്ണ് നിറയുന്ന കാര്യങ്ങൾ പറയാൻ പോവാൻ. അതിനിടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ, ഈ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനിക്ക് വേണ്ടി ആ സമുദ്രത്തിൽ മുങ്ങണം. അങ്ങനെ ഈ മലക്ക് ആ സമുദ്രത്തിൽ മുങ്ങും. അതിന്റെ ചിറകിന്റെ വീതി മശ്രിഖ് മുതൽ മഗ്രിബ് വരെയാണ്. ആ സമുദ്രത്തിൽ മുങ്ങിയിട്ട് വരുമ്പോ അള്ളാഹ് പറയും, നിന്റെ ചിറകൊന്ന് കുടയണം. അങ്ങനെ ചിറകങ്ങോട്ട് കുടയുമ്പോ അതിൽ നിന്ന് എത്ര തുള്ളികളാണോ തെറിച്ചു വീഴുന്നത് അത്രയും പാപങ്ങളെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയ കിട്ടുന്ന പ്രതിഫലമാണ് ശഅബാനിൽ. കാരണം മുത്ത് പറഞ്ഞത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞ മാസമാണ്. അതുകൊണ്ടാ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. അതുകൊണ്ട് ഉപ്പമാരെ ഒരുപാടൊന്നും പറയില്ല, വളരെ ചുരുങ്ങിയ സമയം മനസ്സറിഞ്ഞ് പറഞ്ഞോളിൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ. എങ്ങനാ സ്വലാത്തല്ലായിരിക്ക? ദൂതരയങ്ങുള്ള കാലത്തോ ഞാനില്ല, ദൂരമിതേറെങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല, കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല, പാപികളാണേലും കാരുണ്യം തടയല്ല, ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ല, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഒരു ഭൂമി പാപിതൻ വ്യതയെന്നു കേൾക്കില്ലേ, ഉലകിലിബൻ ചെയ്ത പാപം പൊറുക്കില്ലേ, ത്വാഹ നബിയേ കനവിലു വരുമോ നിധിയേ, സ്നേഹാദ്രമാമെൻ്റെ കൽബും പൊട്ടി വേദന ചൊന്നോ ഞാൻ അരുകിൽ എത്തി, തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞിന്ന് നബിയിൽ തേടി. ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞ നബിയാണ്. എല്ലാരും സ്വർഗത്തിൽ പോകും, പക്ഷെ തിരിച്ചു വരൂല. തിരിച്ചു വരുന്ന ഒരാളേ ഉള്ളൂ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഈ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടിയിട്ട് ശഫാഅത്ത് പറയാൻ. അത്രയും സ്നേഹം തന്ന ഹബീബിന്റെ വാക്കല്ലേ പറയാ, മനസ്സിൽ തട്ടി പറയും വാപ്പാരെ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇതുപോലെ ഉറക്കെ കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരെ ഖുർആൻ അതിൻ്റെതായ രീതിയിലും ശൈലിയിലും ഓതുക. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുമല്ലോ. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുമല്ലോ. അപ്പൊ ഒന്നാമത്തെ കാര്യത്തിൽ രണ്ടെണ്ണം പറഞ്ഞു. ഇനി ആരുടെ പൊരുത്തമാണെന്നറിയോ? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തമാണ്. രണ്ടാമത് പൊരുത്തം നേടിയെടുക്കാനുള്ളത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമാണ്. ആ പൊരുത്തം നമ്മൾ നേടിയെടുത്തു കൊണ്ടുപോയാൽ ഉറപ്പാണ് നമ്മൾ രക്ഷപ്പെട്ടു. ഒന്ന് റബ്ബിന്റെ പൊരുത്തം, പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത് എന്താണ്? ഹബീബിന്റെ പൊരുത്താണ്. ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ വേണം. അതിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. മൂന്നാമത്തെ പൊരുത്തം ആരുടേതാ? എപ്പോഴും നബി തങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തം എന്നാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ബാപ്പയുടെ പൊരുത്തമാ. എന്തുകൊണ്ടാണ് ഇവിടെ ബാപ്പമാരെ പറ്റി പറഞ്ഞു പോകുന്നത്? സഹോദരങ്ങളെ, നബി തങ്ങൾ പറഞ്ഞു വരുന്നത് ചിന്തിച്ചോ. അല്ലാഹുവിന്റെ പൊരുത്തം നേടണം, മുസ്തഫായ നബി തങ്ങളുടെ പൊരുത്തം നേടണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്നത് അത് ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തത്തിലാണല്ലോ. ബാപ്പയുടെ അല്ലാഹുവേ നബി തങ്ങളുടെ പൊരുത്തം കിട്ടുന്നത് അത് ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തമുണ്ടെങ്കിലാണല്ലോ. പക്ഷേ മനസ്സിന്റെ വേദനയെന്ന് പറയട്ടെ, ഇത് കേൾക്കാനുള്ള
ചെറുപ്പക്കാരോ കേൾക്കാനുള്ള മക്കളെയോ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഉമ്മ. എത്രയോ ഉമ്മമാര് കിടന്നുറങ്ങുമ്പോൾ പോലും മക്കള് കഴുത്തിൽ കത്തിവെച്ചിട്ട് ഉമ്മാന്റെ കഴുത്തറുക്കുന്ന കാലഘട്ടമോ. ഈ മാസം വീണ്ടും ഉമ്മയുടെ കഴുത്തറുത്തില്ലേ? അതുപോലെ ഉമ്മയുടെ കഴുത്തിൽ കിടന്നിറങ്ങിയ ഉമ്മയുടെ കഴുത്തിൽ പേന കൊണ്ട് മകൻ കുത്തിയില്ലേ? ഉറങ്ങിക്കിടന്ന ഉമ്മയുടെ വായിലേക്ക് മകള് ആസിഡ് ഒഴിച്ചില്ലേ? പെങ്ങളെ, നിങ്ങൾ മക്കളെ ഇതുപോലത്തെ മജ്‌ലിസിൽ കൊണ്ടുവരണം ഉമ്മ. അവര് കേൾക്കട്ടെ നിങ്ങളെ പറ്റിയിട്ട്, അവര് പഠിക്കട്ടെ നിങ്ങളെ പറ്റിയിട്ട്. അവസാന ഒരു കാലഘട്ടം കടന്നു വരും സ്വഹാബാ. ആ ഒരു കാലഘട്ടത്തില് ബാപ്പമാർക്ക് മക്കള് തീരെ വില കൊടുക്കൂല സ്വഹാബാ. താടി നരച്ചിട്ട് ശരീരം ചുക്കിച്ചുളഞ്ഞിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ബാപ്പമാര് അവര് ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. അവര് ഒരുപാട് പാടുപെട്ടവരാണ്. അവരൊരുപാട് സങ്കടം സഹിച്ചവരാണ്. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ മക്കള് അവർ 20, 22, 26 വയസ്സാകുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പാനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളുമല്ലോ. ഇത് പറയുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, ഞങ്ങളുടെ ബാപ്പമാരെ കൂട്ടിയിട്ടാണ് മസ്ജിദുൻ നബവിയിൽ വന്നത്. ഉടൻ തന്നെ പറഞ്ഞു, വല്ലാ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, അമാ ഇന്നഹു സയകൂ. ഒരു കാലഘട്ടം കടന്നു വരായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കാലഘട്ടം ഏതെന്നറിയോ? 2020, 22, 23, 24, 25 കാലഘട്ടമാ. ഉപ്പമാർക്ക് ഒരു സ്നേഹമില്ലല്ലോ. ബാപ്പയോട് മക്കളും മിണ്ടാറില്ലല്ലോ. ബാപ്പയെ കണ്ടാൽ ഒഴിഞ്ഞു പോകുന്ന മക്കളുടെ കാലഘട്ടമാ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, വീടിന്റെ കത്തട്ടിലുള്ള ഉമ്മമാര് പോലും മോനെ ബാപ്പയോട് മിണ്ടണമെന്ന് പറയാത്ത ഒരു കാലഘട്ടം വരുമെന്ന്. ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ തിരുദൂതരെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഉമ്മ സ്വർഗാണ്, ഉമ്മമാര് സ്വർഗം തന്നെ, പേടിക്കേണ്ട നിങ്ങൾ സ്വർഗം തന്നെ. നിബിധങ്ങൾ പറയും, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തില് വാപ്പമാർക്ക് മക്കള് വില കൊടുക്കൂല അല്ലേ? എന്തിന്? ഒരു സ്വഹാബി മുസ്തഫ നിബിധങ്ങളുടെ മുമ്പിലേക്ക് വരാൻ, ഖുലാ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വഹാബി. നമ്മളൊക്കെ പള്ളിയിൽ വരുന്ന ഇനിയിപ്പോ റമദാനാണ്, എല്ലാ യുവാക്കളും അൽഹംദുലില്ലാ പള്ളിയിൽ കയറും. അപ്പോഴും മാത്രം പോരാ മോനെ, എല്ലാ സമയത്തും വേണം. ഞാൻ ഓർമ്മപ്പെടുത്താൻ, അള്ളാന്റെ പള്ളിയിൽ വരും, നിസ്കരിക്കും, എന്തു വേണോ നമ്മൾ ചെയ്യും, എന്തൊക്കെ നന്മകൾ വേണോ അതിനൊക്കെ നമ്മൾ കൂടും. പക്ഷേ വീട്ടിന്റെ ഉള്ളിലെ നിങ്ങളെ പൊന്നുപോലെ വളർത്തിയ വാപ്പ, ആരാണ് വാപ്പ ഞാൻ പറഞ്ഞുതരാം. പൊന്നുപോലെ വളർത്തിയ വാപ്പയോട് ഒരു ബഹുമാനമില്ല, അള്ളാഹു നിന്റെ ഒരമല് സ്വീകരിക്കൂല. ഇത് മുത്തിന്റെ വാക്കാണ്, ഹബീബിന്റെ വാക്കാണ്. ഒരിക്കലും അല്ലാഹു അത് സ്വീകരിക്കൂല. അതുകൊണ്ടാണ് അവിടുന്ന് ഖുലാ ഗോത്രത്തിൽപ്പെട്ട സ്വഹാബി വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, സല്ലൈതു സലവാത്തൽ ഖംസ് വ അത്തൈതു സക്കാ വ സുംദു റമളാന വ ഖുംതു ലയാലിയാ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നിട്ട് പറയുകയാണ്, നബിയേ, സ്വല്ലൈതു സ്വലവാത്തൽ ഖംസ്, ഒരു വഖ്തല്ല 5 വഖ്തും നല്ലതുപോലെ മുടങ്ങാതെ ഖളാ ആക്കാതെ നിസ്കരിക്കുന്നുണ്ട് നബിയേ. അദ്ദൈതു സക്കാ, എൻ്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുത്തു വീടുന്നുണ്ട് നബിയേ. വസുംദു റമളാന, പുണ്യങ്ങളുടെ പൂക്കാലമായ പവിത്രമായ പരിശുദ്ധമായ റമളാനും വന്ന നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് വരാറുണ്ട് നബിയേ. വഖുംതു ലയാലിയാ,
രാത്രിയായ തറാവീഹ് നിസ്കരിക്കാറുണ്ട് നബിയെ, തസ്ബീഹ് നിസ്കരിക്കാറുണ്ട് നബിയെ, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട് നബിയെ. അതുമാത്രവുമല്ല എല്ലാ അമാലുകളും ചെയ്യാറുണ്ട് നബിയെ. ഇങ്ങനെ ഞാൻ അങ്ങ് വിട പറഞ്ഞു പോയാ എന്റെ വാസസ്ഥലം എവിടാ നബിയെ? അതായത് സ്വർഗമാണോ അതല്ല നരകമാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി അറിയോ? കാന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന. അബൂബക്കറും ഉമറും ഉസ്മാനും സ്വഹാബത്ത് കടന്നു പോന്ന പരിശുദ്ധമായ സ്വർഗത്തിലാണെന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ അങ്ങ് ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ചിരിക്കാൻ വരട്ടെ. മാലം യഅഖ വാലിദൈ, നിന്റെ ഉമ്മാനെ നീ വെറുപ്പിച്ചവനാണോ? നിന്റെ ബാപ്പയെ വെറുപ്പിച്ചവനാണോ? അവരോട് വഴക്കുണ്ടാക്കിയിട്ടില്ല, അവരോട് തർക്കുത്തരം പറഞ്ഞിട്ടില്ല. മറിച്ച് വലാ യഹുദ്ദുൻ നളറ അലൈഹിമാ, ഉമ്മയുടെ മുഖത്തേക്ക് ഒരു ദേഷ്യത്തിന്റെ നോട്ടം നോക്കിയല്ലോ, ബാപ്പയുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ നോട്ടം നോക്കിയല്ലോ. അങ്ങനെ നോക്കിപ്പോയാ ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിലേക്കാ പോവുക. നിന്റെ ഒരു നോമ്പ് പടച്ചവനിക്ക് വേണ്ടല്ലോ, നിന്റെ ഒരു നിസ്കാരം പടച്ചവനിക്ക് വേണ്ടല്ലോ. എത്രത്തോളം റമളാനിൽ പള്ളിയുടെ ഉള്ളിൽ കടന്നിരുന്നിട്ട് പ്രിയപ്പെട്ട ഇർഷാദ് ഉസ്താദ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല ചെറുപ്പക്കാരാ. എന്തേ കാരണമെന്നറിയോ? ഒരു നോട്ടം കൊണ്ട് പോലും നിന്റെ ബാപ്പാന്റെ പൊരുത്തക്കേട് നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കരച്ചില് പാഴ്ക്കരച്ചിലാണ്, നീ ഓതിയ ഖുർആൻ പാഴാണ്, നീ നിസ്കരിച്ച നിസ്കാരം അത് പാഴായി പോയി. നിന്റെ സകലമായ അമലുകളെയും അല്ലാഹു പൊളിച്ചു കളഞ്ഞു. മറിച്ച് നിന്റെ ഉപ്പയുടെ പൊരുത്തത്തോടെ, നിന്റെ ഉമ്മയുടെ പൊരുത്തത്തോടെയാണ് അമല് ചെയ്യുന്നതെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഇല്ലെങ്കിൽ എത്ര കരഞ്ഞാലും എത്ര ഓതിയാലും എത്ര നിസ്കരിച്ചാലും നിന്റെ ഇബാദത്തുകൾ മുഴുവനും നിന്റെ മുഖത്തേക്ക് തന്നെ അല്ലാഹു വലിച്ചെറിയുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് റമളാനിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ ഉമ്മാന്റെ പൊരുത്തം മേടിക്കണം നമുക്ക്. താടി നരച്ചു പോയ നിന്നെ പോലെ കാണാ സൗന്ദര്യമില്ലാത്ത ഇതാരോടാ പറയുന്ന എന്നറിയോ? ഈ കാലഘട്ടത്തിന്റെ ചുറുചുറുക്കുള്ള എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പൊന്നുമോനെ, നിങ്ങളെ ഒരുപാട് പാടുപെട്ട് വളർത്തിയ നിങ്ങളുടെ ബാപ്പ ഇന്നവര് നിങ്ങളെ കാരണം മനസ്സു വല്ലാതെ വേദനിച്ച് കഴിഞ്ഞുകൂടുന്ന കാലഘട്ടമാണ്. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അഡിക്റ്റുകളായിട്ട് എന്റെ മക്കള് മാറുമോ എന്ന് പറഞ്ഞ് പേടിച്ച് വലശരായി കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്. റമളാൻ വരുമ്പോൾ മാത്രം നന്നായാ പോരാ, അന്ന് തന്നെ പള്ളിയിൽ കയറിയാലും നിന്റെ ബാപ്പാന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരൊറ്റ വാക്കെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? നിന്നെ അല്ലാഹുവിന് വേണ്ട. നബി തങ്ങൾ പറയുന്നുണ്ട്, അനബരീ, അല്ലാഹ് പറയാണ് അവനെ ഒഴിവാക്കി. നബി തങ്ങൾ പറയാണ് എനിക്ക് അവനെ വേണ്ട. എത്ര നിസ്കരിച്ചു നമ്മള്, എത്ര നോമ്പ് നോറ്റു നമ്മള്. ചെറുപ്പക്കാരെ, റമളാൻ വരുമ്പോ വല്ലാത്തൊരു ആവേശാൻ പള്ളിയിൽ വരാൻ. ആദ്യം ചെയ്യാനുള്ള നിസ്കരിക്കാൻ വരട്ടെ, നോമ്പ് നോക്കാൻ വരട്ടെ, ആദ്യം വാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം പേടിക്ക്. നീ കാരണം, കൂട്ടുകാരാ, ചെറുപ്പക്കാരാ, നിങ്ങൾ കാരണം അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ചോദിച്ചു പൊരുത്തം, എന്നിട്ട് അമൽ ചെയ്തോ. അതല്ലെങ്കിൽ എല്ലാം അല്ലാഹു ചുരുട്ടി വരേറാൻ. നാളെ അല്ലാഹു മനുഷ്യന്മാരെ നരകത്തിന്റെ ചാര കൊണ്ടിരുത്തും. അല്ലാഹു നമുക്ക് അള്ളാന്റെ പൊരുത്തത്തോടു കൂടിയുള്ള സ്വർഗ്ഗം അല്ലാഹു തരട്ടെ. ആമീൻ പറയാ. അള്ളാന്റെ പൊരുത്തത്തോടു കൂടിയുള്ള സ്വർഗ്ഗം അല്ലാഹു നമുക്ക് തരട്ടെ. അവിടെ കൊണ്ടിരുത്തിയിട്ട് അല്ലാഹു ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഇദാ ഉൽഖൂ മിൻഹാ
سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അല്ലാഹു നരകത്തിന്റെ ചാരെ കൊണ്ടിരുത്തിയിട്ട് അല്ലാഹ് ചോദിക്കുന്നു, മോനെ അലം യാതികും നദീർ, നിനക്ക് ബാപ്പയെ സ്നേഹിക്കണമെന്ന് പറയാ, അവരുടെ പൊരുത്തം പേടിക്കണമെന്ന് പറയാ, നിനക്ക് മുന്നറിയിപ്പുകാര് കടന്നു വന്നിട്ടുണ്ടല്ലോ, അല്ലാഹു കടന്നു വന്നിട്ടുണ്ടല്ലോ. റബ്ബ് പറഞ്ഞത്, നീ അവരുടെ പൊരുത്തം പേടിച്ചിട്ടില്ലെങ്കിൽ വഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്ക് നീ മടങ്ങി വാ, അപ്പം നിനക്ക് കാണിച്ചു തരാമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് പറഞ്ഞില്ലേ? ആ സമയത്ത് ചില മക്കൾ പറഞ്ഞു പോകും, ബലാ ഖദ് ജാഅനാ നദീർ, അതേ പടച്ചവനെ മുന്നറിയിപ്പുകാർ കടന്നു വന്നിട്ടുണ്ട്. ഫകറബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈ. നിന്റെ ഖുർആനിലൂടെ അവരെ സ്നേഹിക്കാൻ പറഞ്ഞത്, അവരെ ബഹുമാനിക്കാൻ പറഞ്ഞത്, അവരെ ഇഷ്ടം വെക്കാൻ പറഞ്ഞു പോയത്, ഞങ്ങളത് വലിയ കാര്യമാക്കിയിട്ടില്ല അല്ലാ. ആ സമയത്ത് റബ്ബ് പറയുന്നൊരു വാക്കുണ്ട്, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് റബ്ബ് പറയാ, ലിത്വാഗീന മആബാ ലാബ്തീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ. അല്ലാഹു വലിച്ചു നരകത്തിലേക്ക് ഇട്ടിട്ട് റബ്ബ് പറയാ, ജസാഅൻ വിഫാഖാ. മോനെ, നിന്റെ ബാപ്പയെ നീ സ്നേഹിച്ചിട്ടില്ല, നിന്റെ ബാപ്പയെ നീ ഇഷ്ടം വെച്ചിട്ടില്ല, അവരെ നീ കളിയാക്കിയിട്ടുണ്ട്, നീ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ജസാഅൻ വിഫാഖാ, യോജിച്ച ശിക്ഷ അനുഭവിച്ചോ. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ, കിടന്നുകൊണ്ട് അനുഭവിച്ചോ. അന്ന് നിന്നോട് പറഞ്ഞിരുന്നു, അവര് വയസ്സാകും, താടി നരക്കും, ശരീരം ചുക്കുചുളിയും, നമ്മളെപ്പോലെ വല്ല സൗന്ദര്യമൊന്നും ഉണ്ടാവൂല. പക്ഷേ മോനെ, അതിന്റെ ബാപ്പയാൻ, നീ അവരെ സ്നേഹിച്ചിട്ടില്ലല്ലോ. ഇല്ലേ, ഒരു വീട് ജയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഏതാ വീട്? വീടിന്റെ അകത്തട്ടില് ബാപ്പയുണ്ട്, പക്ഷേ പ്രായപൂർത്തിയായ ആൺമക്കൾ ബാപ്പയോട് മിണ്ടാതിരുന്നാൽ ആ വീട് ജയിലെന്നു മാത്രമല്ല, ഹമ്മല്ല തങ്കത്തിയു അബദ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യവും അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാന്ന് വെച്ച ചില്ലറക്കാരന് ഉമ്മാന്റെ കവിളത്ത് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കും, ഉമ്മ തരുന്ന ഭക്ഷണം വായിക്ക് രുചിയോടുകൂടി കഴിക്കും, എന്നിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു, ഉമ്മ സൂപ്പർ കറിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഏതു മക്കളാ ചിന്തിക്കുന്നത്, എന്റെ ബാപ്പ, എന്റെ ഉമ്മ ഉണ്ടാക്കി തന്ന ഈ ഭക്ഷണത്തില് എന്റെ വാപ്പയുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ഏതു മക്കള് ചിന്തിക്കുന്നുണ്ട്? ഇന്നത്തെ മക്കള് നല്ലതുപോലെ, വളരെ കുറഞ്ഞ ചെറുപ്പക്കാരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ കേൾക്കാൻ പറയാ, എന്റെ കൂട്ടുകാരാ, നമ്മൾ ഇന്ന് ധരിക്കുന്ന നല്ലൊരു ഷൂ, ഇന്നിപ്പോ നമ്മൾ ധരിക്കുന്ന നല്ല ഒരു ഡ്രസ്സ്, അത് ധരിപ്പിക്കണമെങ്കിൽ വാപ്പ നേരം വെളുത്തിറങ്ങി പോകണം, വാപ്പ പാടുപെടണം. വാപ്പയുടെ കാലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ വില കുറഞ്ഞൊരു ചെരുപ്പ്. നമ്മുടെ കാലിലോ നല്ല വില കൂടിയ ചെരുപ്പ്, നമ്മുടെ ഡ്രസ്സോ നല്ല വില കൂടിയത്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോഴും ഈ പാവപ്പെട്ട സാധു നിസ്സാരം
ചെറിയ വിലക്കുള്ള ഡ്രസ്സ്, ഒരു ജ്യൂസ് പോലും കടയിൽ നിന്ന് കുടിക്കൂല. കാരണം എന്താ? 1 കിലോ ഓറഞ്ച് മേടിച്ചാൽ അല്ലെങ്കിൽ 1 കിലോ മാതളം മേടിച്ചാൽ വീട്ടിൽ കൊണ്ടുപോയാൽ എൻ്റെ മക്കൾ കൂടെ കുടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് വന്ന വാപ്പ. പക്ഷേ ആ വാപ്പ പൊന്നുമക്കളെ നോക്കി, ആൺമക്കൾ സ്വന്തം കാലിലായിരിക്കുമ്പോ പിന്നെ വാപ്പാക്കൊരു വിലയില്ല. ഈ കാലഘട്ടത്തിന്റെ എൻ്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, അന്ന് നബിതങ്ങൾ പറഞ്ഞു ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ഉമ്മമാര് ബാപ്പയോടുള്ള സ്നേഹത്തെ പറ്റി പറയാത്തൊരു കാലഘട്ടം വരും. ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയാത്തൊരു കാലഘട്ടം വരും. അന്നില്ലേ ഉമ്മ? മക്കൾക്ക് എന്താവശ്യം വന്നാലും ഈ മക്കള് പറയുന്നത് ഉമ്മയോടാണ്. ഉമ്മ അത് വേണം, ഉമ്മ ഇത് വേണം, ഉമ്മ വാപ്പാനോട് പറയണം. ഉമ്മ പറയും കുഴപ്പമില്ല, വാപ്പ വൈകിട്ട് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അതേസമയം ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം, മോനെ അത് നിന്റെ ബാപ്പയാണ്. വാപ്പ വരുമ്പോ മോൻ ബാപ്പയോട് ചോദിക്ക്. വാപ്പയോട് മിണ്ടിപ്പിക്കേണ്ടെന്ന് ചുമതല ഉമ്മാക്കുണ്ട്. മകൻ എന്തെങ്കിലും കാര്യം പറയുമ്പോ മോനെ വാപ്പയോട് കൂടി പറ, അതെന്റെ ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഉമ്മമാര് മിണ്ടൂല. ശരി, ഞാൻ ബാപ്പടുത്ത് പറയാം. അതല്ല ഉമ്മ ചെയ്യാനുള്ളത്. സഹോദരിമാര് ചെയ്യണം. നിങ്ങളുടെ മക്കളെ കൊണ്ട് ആ വാപ്പയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിപ്പിക്കണം, ബാപ്പയോട് സംസാരിപ്പിക്കണം. മക്കൾ വരുമ്പോ ബാപ്പയോടൊപ്പം ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കണം. ഇന്ന് ഏത് വീട്ടിൽ നടക്കുന്നുണ്ട് അങ്ങനെ? വിരലിൽ എണ്ണാവുന്ന വീടുകളില്ലാതുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മകനെ വിടുന്ന ബാപ്പയെ ബഹുമാനിച്ചാൽ, ബാപ്പാനെ ബഹുമാനിച്ചാൽ, എന്റെ ചെറുപ്പക്കാരാ, ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുന്നത്? ഒരുപാട് ഉമ്മയെപ്പറ്റി വാതു പറയുന്നുണ്ടല്ലോ, ഉമ്മയെപ്പറ്റി പാട്ടുകളുണ്ടല്ലോ, ഉമ്മയെപ്പറ്റി പദ്യങ്ങളുണ്ട്, ഗദ്യങ്ങളുണ്ട്, കഥകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. എന്തേ പ്രിയപ്പെട്ട വാപ്പയെ പറ്റിയിട്ട് പറയുന്നില്ല? എന്റെ പൊന്നുമോനെ, നിന്റെ ബാപ്പയെ കാണുമ്പോ ഇതെന്റെ ബാപ്പയാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് വന്നെഴുന്നേറ്റ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയോ? വഫിൽ ഖബരി മോനിസാ, ആരും കടന്നു വരാത്ത 6 അടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളില് നേരം പോക്കാക്കുന്ന മലക്കുകളെ അല്ലാഹു നിനക്ക് തരുന്നുണ്ട്. വഫിൽ ഹശരി റഹീമാ, 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു സന്തോഷം തരുന്നത് പോലെ എല്ലാവരും നെട്ടോട്ടമോടുന്ന മഹ്ശറയില് അവിടെയും അല്ലാഹു നിനക്ക് കാവല് തരികയാണല്ലോ, അവിടെയും അല്ലാഹു നിനക്ക് സന്തോഷം തരികയാണല്ലോ. അതുകൊണ്ടാ നിനക്കത് ലഭിച്ചു എന്നറിയോ? നിങ്ങളുടെ ഉപ്പാനെ ബഹുമാനിച്ചപ്പോഴാണ്. എന്റെ കൂട്ടുകാരാ, ഉമ്മയോട് സ്നേഹത്തിന്റെ വാക്കുകൾ പറയുമ്പോ, ഉമ്മയോട് നല്ല വർത്തമാനം പറയുമ്പോ, മോനെ നിന്റെ ബാപ്പയോട് മിണ്ടാം നിനക്കെന്തേ കഴിയാത്തത്? ഉമ്മാനെ ഫോണിൽ വിളിച്ച മക്കള്, ഉമ്മയോട് സംസാരിച്ച മക്കള്, ഏതു മക്കളാണ് ബാപ്പയുടെ ഫോണിലേക്കൊന്ന് വിളിക്കുന്നത്? ബാപ്പ നിങ്ങൾ എവിടെയാണ്? വന്നിട്ടില്ലല്ലോ ബാപ്പ, സമയം ഒരുപാടായല്ലോ ബാപ്പ എന്ന് പറഞ്ഞ് ഏതു മക്കളാണ് ബാപ്പയുടെ ഫോണിൽ വിളിക്കുന്നത്? ആൺമക്കളുടെ ഒരു കോളും ബാപ്പക്ക് വരാറില്ല. ബാപ്പയുടെ നമ്പർ പോലും ഈ കാലഘട്ടത്തിന്റെ മക്കൾക്കറിയില്ല. ചില മക്കൾ അത്യാവശ്യം വരുമ്പോ ഉമ്മാനെ വിളിച്ചിട്ട് പറയും, ഉമ്മ ബാപ്പയുടെ നമ്പറും ഇട്ട് തരുവോ ഉമ്മ? പടച്ചവനെ, നന്ദി കെട്ട മക്കളായി നമ്മൾ മാറല്ലേ? നമുക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഓടി നടന്നവരാ അവര്, ഒരുപാട് ത്യാഗം സഹിച്ചവരാ അവര്, ഒരുപാട് വേദനകൾ തിന്നവരാ അവര്. അതുകൊണ്ടാണ് സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു പോയത്. സ്വഹാബാ, നിങ്ങളുടെ പുന്നാര ഉമ്മമാര് നിങ്ങൾ എത്ര മാസമാണ് ഗർഭം ചുമന്ന് കൊണ്ടുവന്നത്? അവര് പറഞ്ഞ 10 മാസമാണ് ഉമ്മ ഗർഭം ചുമന്നത്. എന്നാ നിങ്ങളുടെ ബാപ്പയോ? ബാപ്പ ഗർഭം ചുമക്കുകയോ? എന്ത് ചോദ്യമാണ് സെയ്ദ് ബിൻ അസ്ലമേ നിങ്ങൾ ചോദിക്കുന്നത്? ഉമ്മ ഗർഭം ചുമക്കുമെന്ന് പറഞ്ഞാ ഞങ്ങളത് വിശ്വസിക്കുമല്ലോ. ബാപ്പ ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. വീണ്ടും ചോദിച്ചു, ഉമ്മ എത്രയാ ചുമന്നത്? അല്ലേ? എന്തുകൊണ്ട് ഉമ്മക്ക് സ്ഥാനം കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിനൊരു തെളിവ് എന്ന് പറയുമ്പോ എന്താ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി
വളർത്തലും അവരാണ്. ഈ മൂന്നു കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഈ മൂന്ന് കാര്യം ഉമ്മക്കാണ്. അതുകൊണ്ടാണ് ഉമ്മാക്ക് വലിയ സ്ഥാനം. എന്നാൽ ബാക്കി 97 കാര്യവും ചെയ്യുന്നത് ബാപ്പയാണ്. ഈ മൂന്ന് കാര്യം ഉമ്മ ചെയ്യുമ്പോ മക്കളുടെ ബാക്കി 97 കാര്യവും നോക്കുന്നത് ഈ പ്രിയപ്പെട്ട മക്കളുടെ ബാപ്പമാരാണ്. അത് പറഞ്ഞു കൊടുക്കാൻ തന്നെ ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ മക്കളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ഉമ്മമാരാണ്. വാപ്പമാരുടെ കഷ്ടപ്പാടിനെ പറ്റി ഉമ്മ പറഞ്ഞു കൊടുക്കണം. മോനെ, നിന്റെ വാപ്പ ഇങ്ങനാടാ നിനക്ക് 10 കാശ് കൊണ്ടുവന്നത്, നിന്റെ പാഠപുസ്തകം മേടിച്ചത് ഇങ്ങനാണ്, നിനക്ക് നല്ല ഒരു യൂണിഫോം മേടിച്ച് നിന്റെ വാപ്പ ഇത്ര പാടുപെട്ടിട്ടാണ്. ഉമ്മമാര് മക്കളോട് പറഞ്ഞു, പെൺമക്കളോടല്ല, അവർക്ക് പിന്നെ വാപ്പാനോട് സ്നേഹമുണ്ട്.